ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ എപ്പിസോഡിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ വേദപഠനത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകുവാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാനായി ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 23-ാം അധ്യായം 18-19 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു: യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് പറയുന്ന കുരുടന്മാരായുള്ളവരെ ഏത് വലിയത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? യേശു കർത്താവ് പറയുന്നു, യാഗപീഠമാണ് യാഗവസ്തുവിനേക്കാൾ ശ്രേഷ്ഠമേറിയത്. ആയതിനാൽ കർത്താവ് യാഗമായി തീർന്ന കുരിശ് ഒരു പൂജ്യ വസ്തു ആണ് എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? അതോ ഈ വചനപ്രകാരം കുരിശിനെ ഒരു പൂജ്യ വസ്തുവായിട്ട് അംഗീകരിക്കുവാൻ കഴിയുമോ? യാഗവസ്തുവിനെ ശുദ്ധീകരിക്കുന്നത് യാഗപീഠമായതുകൊണ്ട് കർത്താവ് ഒരു യാഗവസ്തു എന്ന ബന്ധത്തിൽ ഇതിനെ എങ്ങനെ പൊരുത്തിരിക്കാം? ഇതാണ് പ്രേക്ഷകരുടെ ചോദ്യം. ഗുഡ്. അപ്പം നമുക്കിനി മറുപടിയിലേക്ക് കടക്കാം. ഞാൻ സാധാരണ കുറേ വർഷമായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തുടങ്ങി. ഈ സബ്ജക്റ്റ് മാത്രമല്ലല്ലോ, ഒരുപാട് സബ്ജക്ട്സിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാറുണ്ട്. ചില ചോദ്യങ്ങൾക്ക് മറുപടി വരുമ്പോൾ ഞാൻ പറയും, ഫൂളിഷ്നെസ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഈസ് ടോളറബിൾ, ബട്ട് ദിസ് ഈസ് ടു മച്ച് എന്ന്. വിട്ടിത്തരം ഒരു പരിധി വരെ നമുക്ക് സഹിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഇത് കുറച്ച് കൂടുതലായി പോയെന്ന്. അപ്പം പഴയ നിയമ യാഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ യാഗവും, ഈ രണ്ട് വിഷയത്തെപ്പറ്റി ഒരു ക്രിസ്ത്യാനി എത്രമാത്രം ഇഗ്നറൻ്റ് ആയിരിക്കാം, ഏത് എക്സ്റ്റെൻറ്റ് ഒരു ക്രിസ്ത്യാനി ഇഗ്നറൻ്റ് ആയിരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇപ്പം യാഗവസ്തുവിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ്. അപ്പോൾ അത് പഴയ നിയമത്തിലെ അഹരോന്യ യാഗങ്ങൾ, വിശുദ്ധമായ ഒരു ഓൾട്ടറിലാണ് യാഗം നടക്കുന്നത്. അത് വിശുദ്ധമായിരിക്കും. അതിൻ്റെ ആ യാഗപീഠത്തിൻ്റെ പ്രമാണം ഒരുപാടുണ്ട്. ഇത്ര കല്ലുകളെ യാഗവും, ആ കല്ലിൻ്റെ അളവ് ഇങ്ങനെയാണ്, ഇത്ര ഉയരമേ യാഗവും, ഇതെല്ലാം ഒരുപാട് പ്രമാണങ്ങളുണ്ട് ആ യാഗപീഠത്തിന്. യെസ്, പുതിയ നിയമത്തിൽ അതില്ല. പകരം യേശു ക്രിസ്തു യാഗമായി. ക്രിസ്തു യാഗമായി തീർന്ന ഒരു കുരിശേലാണ്. അപ്പോൾ യാഗവസ്തുവിനെക്കാട്ടിൽ പ്രാധാന്യമാണ് യാഗപീഠത്തിന് എന്നുള്ളതുകൊണ്ട് കുരിശ് അതുപോലെ പ്രാധാന്യമാണ്, വിശുദ്ധമാണ്. അപ്പം ആ കയ്യേലും കാലും അടിച്ച ആണിയോ, അതും വിശുദ്ധമായിരിക്കണം. തലയിൽ വെച്ച് മുൾക്കിരീടമോ, അതും വിശുദ്ധമായിരിക്കണം. മാറത്ത് കുത്തിത്തുളച്ചതായ ലാൻസ്, കുന്തമോ, അതും വിശുദ്ധമായിരിക്കണം. ഈ ശരീരം പിഴ അടിച്ച് പൊളിക്കാൻ ഉപയോഗിച്ച ചാട്ടവാറോ, അതും വിശുദ്ധമായിരിക്കണം. ഈ ഉപകരണങ്ങൾക്ക് ഉപയോഗിച്ച പടയാളികളോ, അവരതിനേക്കാൾ വിശുദ്ധമായിരിക്കണം. അവർക്കതിന് റോയൽ പെർമിഷൻ കൊടുത്ത, രാജഭരണത്തിൻ്റെ ചക്രവർത്തിയുടെ പെർമിഷൻ കൊടുത്ത പീലാത്തോസാണ് അതിപരിശുദ്ധൻ. ഒരു മനുഷ്യൻ്റെ ചിന്തകളെ പിശാച് സ്വാധീനിച്ചാൽ ദൈവവചനം എത്രത്തോളം വളച്ചൊടിക്കാം, എത്രത്തോളം കോട്ടിക്കളയാം.
എന്നതിൻ്റെ പാരമൗണ്ട് എക്സാമ്പിളാണ് ഈ ചോദ്യം. നമ്മൾ ചോദ്യകർത്താവിനെ വിമർശിക്കുകയോ കുറ്റം പറയുകയോ അല്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നു. ചോദ്യകർത്താവിനെ നമ്മൾ വിമർശിക്കുകയോ കുറ്റം പറയല്ല. പക്ഷെ ഈ തരം ചോദ്യങ്ങൾ, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നല്ല ആ ചോദ്യത്തിൻ്റെ ഉറവിടം. 2, ആ ചോദ്യം ക്രൂശിൻ്റെ പേർപ്പസ് എന്ന വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. 2, വാട്ട് ഈസ് എ ക്രോസ് എന്നതും കൊണ്ടുപോകുന്നില്ല. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പരമയാഗവും അഹരോന്റെ യാഗങ്ങളും ടൈപ്പോളജിയിൽ ഒന്ന് ആർക്കേടൈപ്പും മറ്റേത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റുമാണ്. ഒന്ന് സാമ്യരൂപമാണ്, മറ്റേത് ഫുൾഫിൽമെൻ്റാണ്. പക്ഷെ സാമ്യരൂപത്തിൽ നിന്ന് ഫുൾഫിൽമെൻറ്റിലേക്ക് വന്നപ്പോൾ നാം കാണുന്ന മുഴുവൻ കോൺട്രാസ്റ്റസ് ആണ്. പിന്നെ കമ്പാരിഷൻ ഇല്ല, കോൺട്രാസ്റ്റ് മാത്രമാണ്. എവിടെയെങ്കിലും കമ്പാരിഷൻ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ യു ആർ കംപ്ലീറ്റ്ലി റോങ്. നമുക്ക് ഓരോന്നോരോന്നെടുക്കാം. 1, പഴയ നിയമത്തിൽ യാഗം കഴിക്കപ്പെട്ടത് മൃഗങ്ങളാണ്. ഇവിടെ സ്വർഗത്തിൻ്റെ മകുടമണിയായവൻ, ദൂതന്മാരുടെ ആരാധനാപാത്രമായിരുന്നവൻ, പിതാവിൻ്റെ വിനോദമായവൻ ഈ താണലോകത്തിൽ വന്ന് മനുഷ്യനായി യാഗം കഴിക്കപ്പെടുകയാണ്. That is the first contrast. Second contrast, പഴയ നിയമത്തിലെ യാഗം ഈ പറഞ്ഞ വിശുദ്ധീകരിക്കപ്പെട്ട യാഗപീഠത്തിലായിരുന്നു. അതെന്തിനെ കുറിക്കുന്നത്? അവിടെ ആ യാഗത്തെ ഒരു വിശുദ്ധ വസ്തുവായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇവിടെയോ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് വേണ്ടി പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ശാപം ആക്കി. 3, ദൈവം നിശ്ചയിച്ച അളവിലും മറ്റ് ക്രമീകരണത്തിലുമുള്ളതാണ് യാഗപീഠം എന്ന് പറയുന്നത്. അത് യാഗപീഠം വിശുദ്ധമാണ്. ക്രൂശീകരണം ആരംഭിച്ച റോമാക്കാരല്ല. ക്രൂശീകരണം എന്ന ശിക്ഷണ നടപടി ആരംഭിക്കുന്നത് ബാബിലോണിയൻസ് ആണ്. കുറെ കൂടെ പറഞ്ഞാൽ കാൽഡിയൻസ് ആണ്. കൽദേർ അവരുടെ ശത്രുക്കളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അവർ പരീക്ഷിച്ച ഏറ്റവും നീചമായ കൊലപാതക രീതിയാണ് ക്രൂശീകരണം. അതിനുശേഷം റോമൻ സാമ്രാജ്യം പ്രബലമായപ്പോൾ റോമൻ സിറ്റിസൺസിനെ അവർ തലയറുത്ത് കൊല്ലുകയാണ്, കടുത്തറുത്ത് കൊല്ലുക. ഇത് ആ പ്രിവിലേജ് എടുക്കാൻ കഴിയാത്തവരെ കൊടുക്കുന്ന റോമിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ, ചക്രവർത്തിയുടെ സ്ഥാനത്തിനെ ചോദ്യം ചെയ്യുന്നവരെ, ചക്രവർത്തിക്കെതിരായിട്ട് താനാണ് രാജാവെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരെ, റോമൻ ഗവൺമെൻറ് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നവരെ, റോമൻ കോളനികളിൽ കലഹമുണ്ടാക്കുന്നവരെ, റോമ ഗവൺമെൻറ്റിനെതിരായിട്ട് മനുഷ്യരെ തിരിക്കുന്നവരെ, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ക്രൂശ് മരണം എന്നുള്ളത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരയാഗമായി തീരുമ്പോൾ ശാപമരക്കുരിശിലാണ് താൻ ക്രൂശിക്കപ്പെട്ടത്. മരത്തിന്മേൽ തൂങ്ങിയതിനെല്ലാം ശപിക്കട്ടോ, അവന് ശാപത്തേലാണ് കയറിയത്. കർത്താവിനെ ക്രൂശിൽ തറച്ചെന്ന് പറഞ്ഞ് ക്രൂശ് ഉടനെ വിശുദ്ധമായില്ല.
കഴുത്തെ കെട്ടിക്കൊടുക്കാൻ നടക്കുന്ന സാധനമായില്ലത്. വെഞ്ചരിച്ച് എവിടെയെങ്കിലും വെക്കാനും നമസ്കരിക്കാനുള്ള സാധനമായിട്ട് മാറിയില്ലത്. ചർച്ച് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് 400 years എടുത്താൽ ഒരിടത്ത് പോലും കുരിശിനെ വണങ്ങിയിട്ടില്ല, ആരാധിച്ചിട്ടില്ല, നമസ്കരിച്ചിട്ടുമില്ല. ഒരിടത്തും കുരിശിനെ വണങ്ങി നമസ്കരിച്ചും ആരാധിച്ചുമില്ല. കുരിശിങ്ങനെ പൊക്കിയും താഴ്ത്തി ഇടത്തോട്ടും വലത്തോട്ടും ഒഴിഞ്ഞു ചെയ്തുമില്ല. ഈ കുരിശും പൊക്കി കൊണ്ടുകൊണ്ട് കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ് പിന്നെ ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിച്ച് വഴിയെ മരക്കുരിശും കൊണ്ട് നടന്നില്ല. കുരിശ് അന്നും ഇന്നും നിഷിദ്ധമാണ്. കുരിശ് നിന്ദ്യമാണ്. നമുക്ക് വേണ്ടി ആ ശാപം കർത്താവ് സഹിച്ചു. കർത്താവ് ശാപം സഹിച്ചു. അതുകൊണ്ട് കുരിശല്ല സാങ്ക്ടിഫൈ ചെയ്യപ്പെട്ടത്, കുരിശിൽ മരിച്ച ക്രിസ്തുവിനാൽ നീയാണ് സാങ്ക്യം ചെയ്യപ്പെടുന്നത്. കുരിശിൽ മരിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുമെന്ന് പറഞ്ഞാൽ, ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് ആ കുരിശല്ല വിശുദ്ധമായി തീർന്നത്. മറിച്ച് എന്താ വിശുദ്ധമായി തീർന്നത്? മോശ മരുഭൂമിയിൽ പിച്ച സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് വിശ്വാസത്താൽ നോക്കുന്നവൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നു. ആ ചോരയിൽ ആശ്രയിച്ച് വരുന്നവർ ആ ചോരയാൽ വിടുവിക്കപ്പെടുന്നു. ആ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നു. ദൈവത്തോടെടുക്കാൻ യോഗ്യരാക്കി തീർക്കുന്നു. ഈ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യമില്ല. കോപ്റ്റിക് ചർച്ച് എന്നൊരു ചർച്ചുണ്ട് ഇവിടെ ഈജിപ്തിൽ. അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണ്. അവര് ഈ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ള വചനം അങ്ങ് അക്ഷരീയമായി പ്രമാണിക്കുന്നവരാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ വന്ന വർഷം ഒരു ക്രിസ്ത്യൻ സഭയിൽ എന്ന ഒരു വലിയ പ്രോഗ്രാമിൻ്റെ ഞാനൊന്ന് റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഈജിപ്തിൽ നിന്ന് കോപ്റ്റിക് ചർച്ചിൻ്റെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ബിഷപ്പ് കോപ്റ്റിക് ചർച്ചിൻ്റെ പ്രാക്ടീസ് പറഞ്ഞപ്പം, വി കാരീസ് ദ ക്രോസ് ആൻഡ് ഫോളോ ജീസസ്. എങ്ങനെയാണ് നിങ്ങൾ കുരിശ് ചുമന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? എല്ലാ ദിവസവും ഒരു കുരിശുണ്ടാകും. എല്ലാ ദിവസവും മനുഷ്യൻ രാവിലെ എഴുന്നേണ്ട ഉടനെ കടലാസ് കൊണ്ടോ അല്ലെ കരിയില ഉണങ്ങിയ ഇല കൊണ്ടോ എന്തെങ്കിലും സാധനം കൊണ്ട് കുരിശ് വെട്ടി ഉണ്ടാകും. 2-3 കുരിശുണ്ടാക്കും. അന്ന് കാണുന്നവർക്കൊക്കെ ഒരു കുരിശ് കൊടുക്കും. ഇവരും കഴുത്തിലൊന്ന് കെട്ടിത്തൂക്കിയിടും. അപ്പോൾ എന്താണ്? കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കുക. കർത്താവ് പറഞ്ഞു, തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അല്ലേ? തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കുരിശ് ഉണ്ടാക്കി തോളയിട്ടുകൊണ്ട് കർത്താവിൻ്റെ പുറകെ പോകുന്നതാണോ? അല്ലല്ലോ. കുരിശ് കർത്താവ് തന്നെ അനുഗമിക്കുന്നവർക്ക്, തന്നെ സേവിക്കുന്നവർക്ക് 2 കാര്യം ഭൂമിയിൽ ഓഫർ ചെയ്തുള്ളൂ. either a cross or a yoke. ഒന്നിലൊരു കുരിശ് അല്ലെങ്കിൽ ഒരു നുകം. നുകം കഷ്ടതയെ കുറിക്കുന്നതാണ്, കുരിശ് മരണത്തെ കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ലേവ്സിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പം അവർ തന്നെയാണ് കുരിശ് ചുമക്കേണ്ടത്. ഞാൻ കർത്താവിനെ സേവിക്കാൻ തീരുമാനിക്കുമ്പോൾ I became a slave. I became a slave. ഇനി എനിക്ക് I have no right on the planet Earth. പ്ലാനറ്റ് എർത്തിൽ എനിക്ക് യാതൊരു റൈറ്റുമില്ല. You want to kill me, you can kill me. You can snatch away my property, you can snatch away my property. You can insult and abuse me, you can do it. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് കോടതി കേസ് കൊടുക്കാൻ പോകത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ല, സിന്ധാവ വിളിക്കത്തില്ല, മുദ്രാവാക്യം വിളിക്കത്തില്ല. എന്തുകൊണ്ട്? I have no right on the planet Earth. And then I'm going towards what?
വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്ന അവസാന നിമിഷം കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ യൗവനക്കാരനാ, നീ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളത് പോകും. There will come a time when one day somebody else will girdle you. വേറൊരാൾ നിന്റെ അരകെട്ടും, നിനക്ക് ഇഷ്ടമില്ലാത്തിടത്ത് നിന്നെ കൊണ്ടുപോകും. ദാറ്റ് മീൻസ് നിന്നെ ഒരാൾ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു. പ്രവചനമാണ്. 30 years he had this prophecy hanging in front of him. ഡെമോക്രസിന്റെ വാള് പോലെ മുമ്പിലൊരു കുരിശ് കണ്ടുകൊണ്ട്, ഇതേലൊരു ദിവസം എന്നെ തൂക്കും, ഒരു ദിവസം എൻ്റെ ഇതേലെ അണിയടിക്കും. അത് കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിറകെ പോവുക. ഞാൻ ക്രിസ്തുവിനെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചു എന്നുള്ളത് കൊണ്ട് one day I will be crossed. I will be nailed on a cross. അതേ ഉള്ളൂ പ്രോമിസ്. കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ അതേ ഉള്ളൂ, പ്രോമിസിൽ അതേ ഉള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ കഴിയുന്നവൻ എൻ്റെ പിന്നാലെ വന്നേച്ചാൽ മതി. എനിക്ക് നിർബന്ധമില്ല. നീ എൻ്റെ പിന്നാലെ വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ കഴിയുമെന്ന് നീ വന്നേച്ചാൽ മതി. ലുക്ക്, ക്രൂശിനെ കർത്താവ് സാങ്ക്ടിഫൈ ചെയ്തില്ല, അപ്പോസ്തലന്മാർ സാങ്ക്ടിഫൈ ചെയ്തില്ല. ക്രൂശിൻ്റെ ഷേപ്പ് എന്താണെന്നും സൈസ് എന്താണെന്നും വലിപ്പം എന്താണെന്നും ഭാരം എന്താണെന്നും അവർ പറഞ്ഞില്ല. ക്രൂശിനെ പറ്റി അവർ ഒരിക്കലും പ്രസംഗിച്ചില്ല. അവർ പ്രസംഗിച്ച ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശിനെയല്ല അവർ ഉയർത്തിയത്, ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെയാണ്. നമ്മൾ ക്യാരി ചെയ്യുന്നത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രൂശിനെ അല്ല, പിന്നെയോ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെയാണ്. എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത് എന്ന് പൗലോസ് പറയുന്നത് ആ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെ അല്ല. വാട്ട് ഈസ് ക്രോസ്? ഇറ്റ്സ് എ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ അല്ലേ? അതിലല്ല പ്രശംസിക്കുന്നത്. എനിക്കോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുതെന്ന് പറയുന്നതിന് അർത്ഥം all the sufferings that he accomplished on the cross, I feel proud of that cross. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവനിലിരിക്കണം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും തിരിച്ചറിയണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, കുരിശിൻ്റെ വലിപ്പവും വണ്ണവും നീളവും വീതിയും സൈസും പിന്നെ അത് ചിന്തയിലിട്ടതാണോ? ഇതൊന്നും അല്ല പ്രശ്നം. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ ഈ കാണുന്ന പോലെ നല്ല ചിന്തയിലിട്ട് മിനുക്കി വാർണിഷൊക്കെ അടിച്ച് മൂത്താശാരി നല്ല മിനുസപ്പെടുത്തി ഉണ്ടാക്കിയ കുരിശൊന്നും അല്ല. ആയി മെല്ലസ് എപ്പടി ക്രൂസിയം ജപ്പടി ക്രൂസിയം. ദാറ്റ് വാസ് ദ ലാസ്റ്റ് സെന്റൻസ് പീലാത്തോസ് pronounced. ആയി മെല്ലസ് ജപ്പടി ക്രൂസിയം. Go soldier, get the cross and crucify him. പടയാളി ചെല്ല, ഒരു കുരിശെടുത്തോണ്ട് വെട്ടി ഇവനെ കൊല്ല എന്ന് പറഞ്ഞപ്പം ഒരു പടയാളി അങ്ങോട്ട് ചെന്ന് ഒരു സിക്കമർ അല്ലെങ്കിൽ ഒരു ഒലിവ് ട്രീയുടെ ഒരു വലിയ കമ്പ് ഇങ്ങോട്ട് വെട്ടിയെടുത്തു. വലിയൊരു കമ്പ്, ഒരു ബ്രാഞ്ച്, തിക്ക് ബ്രാഞ്ച്. അതിനുണ്ട് 120 പൗണ്ട് വെയിറ്റ് ഉണ്ട്. നിറമ്പ് ഒരു 60-70 കിലോ വെയിറ്റ് ഉള്ള. അത് ചിന്താരി വിടാനും പോയില്ല, മിനുക്കാനും പോയില്ല, വാർണിഷ് അടിക്കാനും പോയില്ല, അത് പ്രോപ്പറായിട്ട് ചെത്തി മിനുക്കാനും പോയില്ല. ഓക്കെ, ഈ തോള് മുഴുവൻ ചാട്ടവാർ കൊണ്ട് അടിച്ച് മുറിഞ്ഞിരിക്കുക, കൈകൾ മുഴുവൻ ചാട്ടവാർ കൊണ്ട് അടിച്ച് തൊലി ഇങ്ങനെ പറിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ മണ്ടക്കോട്ടത് വെച്ച് കെട്ടി, അത് വെച്ച് കെട്ടിക്കൊണ്ട് യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്ന് കാൽവരിയിൽ നടന്നു പോയത്. He didn't sanctify the cross.
He didn't sanctify the cross. He sanctified us who looked at him who died on the cross. ആ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ പ്രാധാന്യം അപ്രധാനമാക്കുകയാണ്. നിങ്ങൾ എന്തോ ചെയ്യുമ്പം, ഓ യാഗപീഠം ഇല്ലയോ യാഗത്തേക്കാൾ വിശുദ്ധം, അപ്പൊ കുരിശല്ലയോ കുരിശിൽ മരിച്ച ക്രിസ്തുവിനേക്കാൾ വിശുദ്ധം, കെട്ടിത്തൂക്കിയിട്ടുണ്ട് നടക്കുന്നേ. ഒരു പരിധിക്കപ്പുറം മനുഷ്യന് വിപരീതദോഷം ഉണ്ടായിക്കഴിഞ്ഞാലേ പിന്നെ തിരിച്ചു വരവെന്ന് വരും നടക്കുന്ന കാര്യമല്ല. അതിനകത്തോട്ടങ്ങ് പോകത്തേ ഉള്ളായിരിക്കും. ദാറ്റ് ഈസ് മൈ വെരി ആൻസർ. ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചേർക്ക് ഞാൻ വലിയ റൂഡാന്ന് തോന്നിയിരിക്കും. ഈ കാര്യത്തിൽ ഇച്ചിരി റൂഡാണ്. ഓക്കെ, താങ്ക് യു. വെരി ക്ലിയർ ആൻസർ സർ. കുരിശിനെ പറ്റിയും കുരിശിന്മേൽ മരിച്ച യേശു ക്രിസ്തുവിനെയും പറ്റിയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു സാർ തന്നത്. താങ്ക് യു വെരി മച്ച്. യു വെൽക്കം മാം. അടുത്ത ചോദ്യം ഒരു ജനറൽ ചോദ്യമാണ്. ഏദൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഇറാനിലാണോ ഇറാഖിലാണോ? ഓക്കെ, അത് നമുക്ക് ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു ജെനുവിനാണ് ചോദ്യം കേട്ടോ. നമുക്കിപ്പോഴാണ് 1947 മുൻപ് ആരെങ്കിലും പാകിസ്ഥാനിൽ ജീവിച്ചിരുന്നോ? അന്ന് പാകിസ്ഥാൻ ഇല്ലല്ലോ. ഓക്കെ, 1945, സോറി അല്ലേ? 1945 ഒരു സെക്കൻഡ് വേൾഡ് വാർ 1947 ആയപ്പോഴത്തേക്ക് ഫോം ചെയ്യപ്പെട്ടു. അന്ന് പാകിസ്ഥാൻ ഉണ്ടായത്. അതിനു മുമ്പ് ആരും പാകിസ്ഥാൻ എല്ലാവരും ഇന്ത്യയിലാണ് ജീവിച്ചത് അല്ലേ? ഈ ഇറാഖ് പിന്നീട് ഫോം ചെയ്യപ്പെടുക. ഇറാഖ് അത് ഈ ഇസ്ലാമിക് ഇൻവേഷന് ശേഷം ഇസ്ലാമൈസേഷൻ സുന്നി ഷിയ കോൺഫ്ലിക്റ്റിൽ മാറുകയാണ്. അതിനുമുമ്പ് ഇറാനായിരുന്നു മുഴുവൻ ഒറ്റ റീജിയനാണ്. അപ്പം നമ്മൾ ജിയോഗ്രാഫിക്കലായിട്ട് ഇപ്പോഴും നോക്കിയാൽ ഇറാൻ്റെ അങ്ങ് വടക്ക് പടിഞ്ഞാററ്റം വടക്ക് തോട്ടം ഇറാനാണ്. നമുക്ക് വളരെ സേഫായിട്ട് പറയാൻ കഴിയുന്ന ആൻസർ. താങ്ക് യു വെരി മച്ച് സർ. വെൽക്കം. അടുത്ത ചോദ്യം ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ക്രൂശീകരണം എന്ന ശിക്ഷ യഹൂദനുള്ളതല്ല. യഹൂദൻ തന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായുള്ള യാഗങ്ങളിലെല്ലാം അറുക്കുക എന്നതാണ് പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ളത്. റോമൻ ഗവൺമെന്റ് ആണ് ക്രൂസിഫിക്ഷൻ കൊണ്ടുവന്നത് എന്നും കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും കർത്താവായ യേശുവിന് ക്രൂശ് മരണം എന്തുകൊണ്ട് വിധിച്ചു? ഓ യെസ്, പകുതി ആൻസർ നമ്മൾ ഓൾറെഡി വന്നല്ലോ. അതെ, ക്രൂശീകരണം കൊണ്ടുവന്നുള്ള കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിന് ക്രൂശീകരണ മരണം കൊണ്ടുവരാൻ ധാരാളം റീസൺസ് ഉണ്ട്. റീസൺ നമ്പർ 1, ലോകത്തിലെ ഏറ്റവും നീചനെ രക്ഷിക്കണമെങ്കിൽ ആ നീചൻ ഏത് ചെളിക്കുഴിയിലായിരുന്നോ അതിനേക്കാൾ താഴെ ഇറങ്ങിച്ചെന്നെങ്കിലേ അവനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഭാരത്തിൻ്റെ കീഴിൽ ഒരു മൃഗം വീണു. ആ ഭാരം അതിന് വഹിക്കാൻ വയ്യ, വീണു. അതേത് താഴ്ചയിൽ വീണു അത് കിടക്കുന്നതിനും താഴെ ഒരു സേവിയർ ലിഫ്റ്റ് ചെയ്യുന്ന ആൾ ഇറങ്ങിച്ചെന്നെങ്കിൽ അതിന് മൃഗത്തെ രക്ഷിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരായിത്തീർന്ന് നിങ്ങൾ നിമിത്തം കൃപ നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലെ ഏറ്റവും ദരിദ്രനേക്കാൾ ദരിദ്രനായിട്ട് ജനിച്ചു. കാലിത്തോട്ടിലല്ല ജനിച്ചത്, ഇവിടെയുമല്ല, എവിടെ ഈ സത്രത്തിലല്ല ജനിച്ചത്. ഇത് രണ്ടിനിടയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും അഴുക്ക്, ചെളി, ഡേർട്ട് നിറഞ്ഞ
ഒരു ചെളിക്കുണ്ടിനകത്ത് മറിയ നിൽക്കുമ്പോഴാണ് ഈ ജന്മം നടക്കുന്നത്. അതൊക്കെ ഞാനൊരു സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഡീറ്റെയിൽസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവിടുന്ന് കൊണ്ട് കിടത്തുന്നത് ഈ കന്നാലിയെ നിൽക്കുന്ന അവിടുന്ന് കൊണ്ട് കിടത്തുന്നത്. അതിനുശേഷം 33.5 years ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നത് he was the poorest of all sort. കാരണം ലോകത്തിൽ ഏതെങ്കിലും പാപി പറയുക, അങ്ങ് സ്വർഗത്തിൽ ദൈവമായിട്ടല്ലേ വാണത്, ഞങ്ങളൊക്കെ ഭൂമിയിൽ ജീവിച്ച ജീവിതം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങക്ക് ഞങ്ങളെ കുറ്റം വിധിക്കാൻ കഴിയത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും ഭാരവും പ്രയാസവും കൊണ്ടൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചത് എന്ന് അങ്ങനെ പറയുമ്പോൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച തികഞ്ഞവനായി തന്നെ അനുഗമിക്കുന്നവർക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീരുക പുത്രൻ. അത് പിതാവിൻ്റെ പ്ലാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ തൻ്റെ പുത്രൻ ജനിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീചൻ ജനിക്കുന്നതിനേക്കാൾ താഴെയൊരു സ്ഥലത്തായിരിക്കണം. 4,000 years God had time to think about a birthplace on this planet Earth where his son should be born. തൻ്റെ മകന് ജനിക്കാൻ ഈ ഭൂമിയിൽ ഇടം, പെർഫെക്റ്റ് പ്ലേസ് കണ്ടുപിടിക്കാൻ പിതാവിൻ്റെ കയ്യിൽ 4000 വർഷം ഉണ്ടായിരുന്നു. 4000 വർഷം അന്വേഷിച്ച് അവസാനം മോനെ പ്രസവിക്കാൻ ഇടം കണ്ടെത്തിയതാണ്. നമുക്കറിയാം, നമ്മുടെ പെൺകുട്ടികളൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അമ്മ വീട്ടിൽ വരും. ഏറ്റവും നല്ലൊരു ഗൈനക്കോളജിസ്റ്റ്, ഏറ്റവും നല്ല ഹോസ്പിറ്റൽ, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുകയാണല്ലേ. I used to ask my heavenly Father, no better place for your son? No better place for your son? ഇച്ചിരൂടെ നല്ലൊരു സ്ഥലം പുത്രന് ജനിക്കാൻ ഈ ഭൂമിയിൽ കൊടുക്കാൻ കഴിയത്തില്ലായിരുന്നു. No better place? ഇച്ചിരൂടെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ, ഇച്ചിരൂടെ നിവൃത്തിയുള്ള ഒരു പേരൻസ് അല്ലേ, ഇച്ചിരൂടെ ജീവിക്കാൻ ഭാഗ്യമുള്ളൊരു പേരൻസ്, ഇച്ചിരൂടെ നല്ലൊരു താമസ സ്ഥലം. താൻ വളർന്നത് നാസറേത്തിലാണ്. നസറീൻ എന്ന വേർഡിൻ്റെ അർത്ഥം ഡെസ്പിക്കബിൾ എന്ന. ഡെസ്പിക്കബിൾ, നിന്ദ്യം, നിഷിദ്ധം. ലോകത്തിൽ ഒരു മനുഷ്യനും താമസിക്കാൻ പോയി ചൂസ് ചെയ്യാത്തൊരു സ്ഥലം, അവിടെ താമസിച്ചത് അല്ലേ. മരിക്കുമ്പോഴോ ലോകത്തിലെ ഏറ്റവും നീചമായ മരണം. അത് തൻ്റെ പുത്രന് കൊടുക്കുക എന്നുള്ളത്, ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ദ ഹെവൻലി ഫാദർ. We can't understand it. I still can't comprehend the profundity of the wisdom of the Heavenly Father in permitting his son to be nailed on the cross. How could heaven stand it? I don't know. അത് ഹെവൻലി ഫാദറിൻ്റെ ഡിസിഷൻ ആയിരുന്നു. എന്തുകൊണ്ട്? രക്ഷയുടെ ഗാംബിറ്റിൽ ആരും വരണം? ഏറ്റവും നീച മരണത്തിന് വിധിക്കപ്പെട്ടവനും രക്ഷയുണ്ട്. എന്തോ തെളിവ്? സമശിക്ഷാവിധിലായ ഒരുത്തൻ അവിടെ കിടന്ന് ഒരു വിളി വിളിച്ചു. രാജാവായിട്ട് വരുമ്പം എന്നെ കൂടെ. മറുപടി, രാജാവായി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് പരദീസയിലിരിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ ഈ ലിറ്റിൽ ഇമാജിനേഷനിൽ കാണാറുണ്ട്.
ഇവർ രണ്ടും കൂടെ പോവുക അന്ന് ഉം. പറുദീസയിലോട്ട്. ആര്? ക്രൂശിൽ കിടക്കുന്ന സത്യത്തിൽ രണ്ടാമന്റെ ദൈവപുത്രനും ഈ ക്രൂശിൽ കള്ളനും കിടക്കുന്ന കൂടെ. ഉം. ദൈവപുത്രന് ഭൂമിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് സ്വർഗത്തിലോട്ട് തിരിച്ചു വരുമ്പം കൂടെ കൂട്ടാൻ ഈ കള്ളനെ കിട്ടിയുള്ളൂ. ഈ കള്ളനെയോ ഇന്ന്, നാളെയല്ല, ഇന്ന് നിന്നോട് പരദീസയിലിരിക്കും. അപ്പം ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ദ ഹെവൻലി ഫാദർ. രണ്ട്, ക്രൂശിൽ മാത്രം നിർവഹിക്കേണ്ട ചില ശുശ്രൂഷകളുണ്ടായിരുന്നു. ഉം. That would never be possible anywhere else. Only on the That would cross. never be possible. That could be possible. Sorry, that could not be possible anywhere else. ഉം. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒരാളെ പിടിച്ചു, ഉം. 2 കാലും 2 കൈയും ആണി കൊണ്ടൊരു മരത്തെ തറച്ചു. ഉം. അതിനു മുമ്പ് അതായത് തലേ രാത്രി മുതൽ ഒരു തുള്ളി വെള്ളം തൊട്ടിട്ടില്ല നാക്കയിൽ. ഉം. പലസ്തീൻ നാടിൻ്റെ ഏപ്രിൽ മാസത്തെ ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളുക, ആകാശം പൊള്ളുക. ഒരു രാത്രി 1 മണിക്ക് തുടങ്ങിയ അടി, രാത്രി 1 മണിക്ക് തുടങ്ങിയാൽ ഖന്നാസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് തുടങ്ങിയ അടി ഉം. പകൽ 9 മണി വരെ, പിറ്റേ ദിവസം 9 വരെ ഒരുപോലെ നടക്കുക. ലാസ്റ്റിലെ ചാട്ടവാറടി. ഇത്രയും സഹിച്ചിട്ടൊരാളിനെ ഉം. ക്രൂശിയെ കൊണ്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, now you go to finish the duty I gave you. ഞാൻ നിന്നെ പരിമേൽപ്പിച്ച ദൗത്യങ്ങൾ ഉം. നീ ഇവിടെ കിടന്ന് ചെയ്യണം. ഉം. മനസ്സിലായോ? ഉം. ദൗത്യം നമ്പർ 1, ലോകത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി നീതികെട്ട മനുഷ്യനെ നീതിമാനാക്കണം. ഉം. അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കണം. ദൈവത്തിൽ നഷ്ടമായി പോയതിനെ ദൈവത്തിൻ്റെ വിലയ്ക്ക് വാങ്ങണം. ഉം. ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങണം. ഉം. ഇത്തരം കാര്യങ്ങൾ നീ ഇവിടെ കിടന്ന് ചെയ്യണം. അതിനുവേണ്ടി ദൈവം നിശ്ചയിച്ച 5 യാഗങ്ങളുണ്ട്. ഓക്കെ. ഉം. ഈ 5 യാഗമൃഗങ്ങളുണ്ട്. ഉം. ഈ 5 യാഗമൃഗങ്ങളുടെ ദൗത്യവും ഈ 5 യാഗങ്ങളും ദാ ഇവിടെ കിടന്ന് ചെയ്യണം. ക്രൂശിൽ ഇവിടെ കിടന്ന് ചെയ്യണം. ആ 5ഉം തീർത്തു കഴിഞ്ഞാൽ ഇനിയും മനുഷ്യനെ പരാജയപ്പെടുത്തിയ ദുഷ്ട സാത്താൻ ഉം. ദൈവം മനുഷ്യന് കൊടുത്ത അവൻ്റെ ഭൂമിയുടെ അവകാശം അവനിൽ പിടിച്ചു വാങ്ങി. ഉം. അതിനുശേഷം മനുഷ്യനെ യുഗങ്ങളായി പരാജയപ്പെടുത്തി ഉം. വ്യത്യസ്തമായ ആയുധങ്ങൾ കൊണ്ട്. ഉം. ഇതെല്ലാം ഫിസിക്കൽ അല്ല, സ്പിരിച്വൽ വാർഫെയർസിൻ്റെ വെപ്പൺസാണ്. ഉം. വെപ്പൺസ് ഓഫ് സ്പിരിച്വൽ വാർഫെയർ കൊണ്ട് മനുഷ്യനെ തോൽപ്പിച്ചു കളഞ്ഞു. ഉം. ആദാം തോറ്റുപോയി. ഉം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടാൻ വരുന്നത് ഗോൽഗോഥായിലാണ്. ഉം. ഗോൽഗോഥ എന്ന വേർഡിൻ്റെ അർത്ഥം തലയോടെന്ന. തലയോടിടം. തലയോട് ഇടമെന്നല്ല. തലയോട്. ആരുടെ തലയോട്? യഹൂദന്മാരുടെ അന്ധവിശ്വാസം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യനായ ആദാം മരിച്ച് അടക്കപ്പെട്ടത് അവിടെ ആണ്. ഓക്കെ. ആ. ആ. അപ്പൊ അങ്ങനെയാണ് ആദാമിന്റെ തലയോട് അവിടെ കണ്ടെത്തിയെന്ന്. ഉം. കിട്ടിയോ? ഓക്കെ. പുള്ളി മരിക്കുന്നതിന് മുമ്പേ ആണി കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ഇൻസ്ക്രൈബ് ആദാമെന്ന്. അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നല്ലോ. ഉം. ഇത് വിശ്വാസം. ഉം.
വാട്ട് എവർ ഇറ്റ് മേ ബി, യഹൂദന്മാരുടെ വിശ്വാസമാണ്. ആദ്യത്തെ മനുഷ്യനെ ആദാമിനെ മരിക്കുന്നതിനല്ല ദൈവം സൃഷ്ടിച്ചത്, യുഗങ്ങൾ മുഴുവൻ ദൈവത്തോടുകൂടി വാസം ചെയ്യുന്നതിനാണ്. പക്ഷെ അവൻ പാപത്തിന് അടിമയായി സാത്താനാൽ പിടിക്കപ്പെട്ട് നിരാശയോടെ മരണത്തിന് കീഴടങ്ങി. അതാണ് ഗോൽഗോഥ. രണ്ടാമത്തെ ആദാം അവിടെ വന്നു. നിരാശയോടെ പാപത്തിനും സാത്താനും മരണത്തിനും കീഴടങ്ങാനല്ല, മരണപാശങ്ങളെ അഴിച്ച് പാതാള ഗോപുരങ്ങളെ ജയിക്കാൻ. അവിടെ കിടന്നുകൊണ്ട് ദുഷ്ടന്റെ സകല ശക്തികൾക്കെതിരായി യുദ്ധം ചെയ്യുക. ആര് ഇങ്ങനെ കിടന്ന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? രണ്ട് കാലും രണ്ട് കൈയിലും ആണി അടിച്ചിട്ട് ഈ പരുവത്തിലാക്കിയിട്ട് ഒരാൾ യുദ്ധം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ആ യുദ്ധത്തിന്റെ കഥ നമ്മൾ വായിക്കുന്നത് 22-ാം സങ്കീർത്തനത്തിലാണ്. കാളകൾ എന്നെ വളഞ്ഞ് ബാശാൻ കൂറ്റന്മാരെന്നെ ചുറ്റി, ബുഭുക്ഷതയോട് അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായു പിളർത്തി. എൻ്റെ അസ്ഥികളെല്ലാം എനിക്കെണ്ണാം, ബന്ധം വിട്ടിരിക്കുന്നു. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യൻ്റെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും. അവിടെ കിടന്നുകൊണ്ട്, അവിടെ കിടക്കുമ്പോൾ ദുഷ്ടന്റെ സകല ശക്തികളും വരിക യേശു ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുന്നതിന് അല്ലേ? എന്നിട്ട് ആ ഫൈറ്റിൽ എന്താ സംഭവിച്ചത്? ആ ഫൈറ്റിലാണ് സംഭവിച്ചെന്ന് കർത്താവ് ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞ്, കാര്യം പറഞ്ഞ ഒരു പക്ഷെ മനസ്സിലാകത്തില്ലായിരിക്കും, വർഷങ്ങൾ കഴിഞ്ഞ് അപ്പോസ്തലനെ പൗലോസിനെ കിട്ടി. ഇവരൊരുമിച്ച് അറേബ്യൻ മരുഭൂമിയിൽ ഒരു ഗുഹയ്ക്കകത്തിരിക്കുക, പൗലോസും കർത്താവും. അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുത്തു എന്തൊക്കെയാണ് സംഭവിച്ചത്. പൗലോസ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നെന്നാൽ, പൗലോസ് പറയുന്നത്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ എന്നെ വിളിച്ച ദൈവം തൻ്റെ പുത്രനെ പറ്റിയുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളുടെ ആലോചന ചോദിക്കാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിൽ തിരികെ വരികയും ചെയ്തു. 3 വർഷം അറേബ്യൻ മരുഭൂമിയിലായിരുന്നു, കർത്താവിനോട്ട് ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് കർത്താവ് പഠിപ്പിച്ചു, പൗലോസേ, ക്രൂശയിൽ എന്തോ സംഭവിച്ചെന്നറിയാമോ? ഈ വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയും മുഴുവനും ബുഭുക്ഷയുടെ അലർന്ന സിംഹം പോലെ എൻ്റെ നേരെ വാ വളർത്തി എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ എന്താ ചെയ്തത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി കളഞ്ഞു. അവിടെ കിടന്ന് ക്രിസ്തു ജയിച്ചു, ക്രൂശിൽ കിടന്ന് ജയിച്ചു. അപ്പം സാത്താന്റെ തല തീർന്നൊക്കെ നമ്മൾ പറയുന്നത് ലിറ്ററൽ അല്ലത്, ലിറ്ററായിട്ട് സംഭവിക്കുന്നു, സ്പിരിച്വലാ. ആ സ്പിരിച്വൽ വാർഫെയറിൽ ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ ഭവിക്കാവുന്ന ഏറ്റവും ബലഹീനതയുടെ റോക്ക് ബോട്ടത്തിലെത്തിയിട്ട് അവിടെ ദുഷ്ടനോട് പോരാടി എത്ര കാര്യങ്ങൾ നേടിയെടുത്തറിയാമോ? ഒന്ന്, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ എന്നുള്ള പൊസിഷൻ അവിടെ വെച്ച് ക്വാളിഫൈഡ് ആയത്. 2, ലോകരക്ഷിതാവ് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയത് അവിടെ വെച്ചാ. പുത്രനിൽ കൂടെ ആർക്കും പിതാവിൻ്റെ അടുത്ത് വരാൻ രക്ഷ കിട്ടും. 3, ദ ബ്രൈഡ് ഗ്രൂം ഓഫ് ദ ലാം ഓഫ് ഗോഡ്, സഭയുടെ കാന്തനാകാൻ ഉള്ള പെർമിഷൻ, യോഗ്യത ഉണ്ടായത് അവിടെ വെച്ചാ.
ഉം. തൻ്റെ പുത്രൻ ഇത്രയും കാര്യങ്ങൾക്ക് യോഗ്യനാകണമെങ്കിൽ ക്രൂശിൽ മരിച്ചേ പറ്റൂ. കഴുത്ത് കണ്ടിച്ചാൽ നടക്കത്തില്ല. ഒറ്റ സെക്കൻഡ് മരണം തീരും. ഉം. എറിഞ്ഞു വന്നാൽ തലയ്ക്ക് ഒറ്റ ഏറ് കിട്ടിയാൽ മരണം കൊണ്ട് തീരും. തല്ലിക്കൊന്നാലും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മരണം തീരും, മരിച്ചു പോകും. ഇവിടെ കിടന്നാലോ ആ കിടപ്പ് കിടന്ന് തന്നിൽ അർപ്പിച്ച മുഴുവൻ ദൗത്യങ്ങളും പൂർത്തീകരിച്ചു. മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോ കാൽ ആ എന്നൊരു ശബ്ദം തൻ്റെ വായിൽ നിന്ന് വന്നു. കാൽ ആ ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലോട്ട് തരുന്നു. ദാറ്റ് ഈസ് റിയൽ ഹീറോ. Yes. അതാണ് ഹീറോയിസം. ഉം. So cross is the manifestation of the heroism of the Lord Jesus Christ. എന്തുകൊണ്ടാണ് ആ യേശുവിനെ ഹീറോ ആയിട്ട് കോടാനുകോടി ആളുകൾ കണ്ടുകൊണ്ട് നടക്കുന്നത്? ഉം. ദാറ്റ് ഈസ് റിയൽ ഹീറോയിസം. ഉം. At which we bow our head. ആ ഹീറോയിസത്തിന്റെ മുമ്പിലാണ് നമ്മൾ തല കുനിച്ചിരിക്കുന്നത്. Yes. That is heroism at which we bow our head. അപ്പൊ എന്തുകൊണ്ട് ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ റീസൺസ് ഇതൊക്കെയാണ്. Yes. ഉം. പക്ഷേ ഇസ്രായേലിന് വേറെ റീസൺ ഉണ്ടായിരുന്നു, യഹൂദന്മാർക്ക്. ഉം. അവരുടെ റീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചമരണം ക്രിസ്തുവിന് കൊടുക്കണം. Okay. ഉം. ഏറ്റവും നീചമരണം. അപ്പോൾ തങ്ങളുടെ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഉം. ക്രൂശിക്കാൻ പറ്റത്തില്ല. റോമാ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ക്രൂശിന് അർഹമായ 3 തെറ്റുകൾ, ക്രൂശിന് ഒരാളിനെ അങ്ങനെയൊക്കെ. ലയബിളാക്കുന്ന 3 തെറ്റുകളാണ്. ഒന്ന്, കൈസർക്കെതിരായിട്ട് താനാണ് രാജാവെന്ന് പറയുക. ഉം. ആദ്യം കൊണ്ടുവന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു. നീയാണ് യഹൂദന്മാരുടെ രാജാവ്. ഉം. ആദ്യം കർത്താവ് പറഞ്ഞു നീ തന്നെ പറയാൻ, ഇവർ നിന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് ചോദിച്ചു. ഉം. അല്ലേ? ഒടുവിൽ പറഞ്ഞു യെസ് ഐ ആം. അയ്യോ. നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവാന്ന് പറഞ്ഞു. ഉം. പബ്ലിക്കായിട്ട് ഞാൻ രാജാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാ ഗവൺമെന്റിന് എതിരാ, കൊന്നേ പറ്റത്തുള്ളൂ. ഉം. അല്ലേ? ബാക്കി 2 തെളിവുകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്ന്, ടാക്സ് കൊടുക്കരുതെന്ന് പറഞ്ഞു, അതവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഉം. കലഹം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അതും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം യഹൂദന്മാർക്ക് കർത്താവിനെ ക്രൂശിക്കണമായിരുന്നു. ഉം. So they had a nexus between the Roman leaders and the Jewish leaders. ഉം. അത് അവരുടെ പെർസ്പെക്റ്റീവ്. പക്ഷെ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഈ പറഞ്ഞ കാര്യം നടക്കുക എന്നുള്ളതായിരുന്നു. That is my lengthy explanation of the answer. Actually, the answer has not finished yet. ഇനി കൂടുതൽ പറഞ്ഞ ആൾക്കാർ ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊണ്ട് നിർത്തിയത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു സർ. വെരി ടച്ചിങ് ആൻഡ് എ ബ്രില്യന്റ് ആൻസർ. താങ്ക് യു വെരി മച്ച് സർ. ഒരു ചോദ്യം കൂടെ. പിന്നെ ധൈര്യമായിട്ട് ചോദിച്ചേട്ടാ. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശുക്രിസ്തു അവരോട് ഇപ്രകാരം പറയുന്നു: ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസികളായവർക്ക് പാപം മോചിക്കുവാനുള്ള അധികാരം ഉണ്ടോ? ചോദ്യം വീണ്ടും തുടരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് കൈവെപ്പിനാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ ആഗ്രഹിച്ച ആഭിചാരക്കാരനായ ശിമോനോട് പറയുന്നു, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. ഈ വാക്യങ്ങളിൽ ഒരു വൈരുദ്ധ്യത കാണുന്നു, ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. നമ്മൾ വിശദീകരിച്ചുകൊണ്ട് ചോദ്യകർത്താവിന് മനസ്സിലാകണമെന്നില്ല, ഓക്കെ, അല്ലെ ആർക്കെങ്കിലും മനസ്സിലാകണമെന്നില്ല. നമുക്ക് വിശദീകരിക്കാം. ദൈവമക്കൾക്കൊരു അധികാരമുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുവിശ്വാസി, എൻ്റെ സഭയിലെ അംഗം,
ഓക്കെ. അവൻ എന്നോട് തെറ്റ് ചെയ്തു. ഉം. ബാബു സാർ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തതാണ്. ഐ എം സോറി. ദാറ്റ്സ് ഓക്കെ ബ്രദർ, ഐ ഹാവ് ഫർഗിവൻ യു. ഉം. ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിതാവ് പിന്നെ നിന്നോട് ചോദിക്കത്തില്ല. ഓക്കെ. ഉം. ഉം. നീ എൻ്റെ ചെവിക്കുട്ടി കടിച്ചു, ഉം. അല്ല നീ എൻ്റെ ഭാര്യ ചീത്ത പറഞ്ഞു, ഉം. നിന്റെ സാധനം മിസ്യൂസ് ചെയ്തു, നീ തെറ്റ് ചെയ്തു, അല്ല നീ എന്നെ പറ്റി അപവാദം പറഞ്ഞു. ദൈവം ഭാഗം നീ തെറ്റ് ചെയ്തു, നീ ശിക്ഷാർഹനാണ്. ഉം. പക്ഷെ നീ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞപ്പം എനിക്ക് നിന്നോട് ക്ഷമിക്കാനുള്ള ആ പാപം നിനക്ക് മോചിച്ചു തരാനുള്ള റൈറ്റ് ഉണ്ട്. ആരുടെ പാപം നിങ്ങൾ മോചിച്ചാലും മോചിച്ചിരിക്കും. പാപം ഏത്? നിന്നോട് ചെയ്ത പറ്റ്. മനുഷ്യനോടുള്ള പാപം. ഉം. മനസ്സിലായി? ഒരുത്തൻ അയലോക്കക്കാരൻ്റെ ഭാര്യയെ കല്ലെടുത്തെറിഞ്ഞു, എന്നിട്ട് എന്നോട് വന്ന് ക്ഷമ പറഞ്ഞാൽ അതെ. നമുക്ക് ക്ഷമിക്കാനൊക്കെ. ഒരുത്തൻ പാവപ്പെട്ടവൻ്റെ കടയിലെ കാശെല്ലാം മോട്ടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പാസ്റ്റർ എന്നോടുണ്ട്, പാസ്റ്ററെ ഞാനൊരു 10,000 രൂപയെ മോട്ടിച്ചുള്ളൂ, 1000 രൂപ പാസ്റ്റർക്ക് ഇരിക്കട്ടെ, പാസ്റ്ററെ ക്ഷമിച്ചേക്കണേ, ബാക്കിയുടെ തടഞ്ഞ ക്ഷമിക്കാം. അത് ക്ഷമിക്കാനുള്ള അതിന് പെർമിഷൻ ഇല്ല. രണ്ട്, ഒരാൾ പാപത്തിൽ ജീവിക്കുക, അയാൾക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഒന്നീ മദ്യപാനത്തിന് അടിമയാ, അല്ല ദുസ്വഭാവത്തിന് അടിമയാ, ഒരു പാപ സ്വഭാവത്തിന് അടിമയാ. അല്ലോ ദൈവസന്നിധി പറഞ്ഞു, ദേവദാസ, എനിക്കെൻ്റെ ബീഡി വലി, അല്ലെ കള്ളുകുടി, അല്ലെ എൻ്റെ മറ്റ് ദുസ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ബാബു, നമുക്കൊരു പ്രാർത്ഥിക്കാം. അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഫാദർ, ഇൻ ജീസസ് നെയിം ഐ ക്യാൻസൽ ദിസ് പ്രോബ്ലം ഓഫ് ആൽക്കഹോളിസം ഇൻ ദിസ് മാൻസ് ലൈഫ്. ആരുടെ പാപം നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കും. മനസ്സിലായി? As a child of God, I got the right to do that. Yes, I cancelled that sin in his life. ഇമ്മീഡിയറ്റ് മാറുകയാണ്. എത്ര ലക്ഷോപലക്ഷം അനുഭവങ്ങളാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ദൈവങ്ങളുടെ ജീവിതത്തിൽ പറയാൻ കഴിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ലക്ഷം അനുഭവമൊന്നുമില്ല. Thousands of experience. Father, in Jesus' name, I cancel this character disorder. ഈ ക്യാരക്ടർ ഡിസോർഡർ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇവർ ഞാൻ ക്യാരക്ടർ ഡിസോർഡർ പിന്നില്ല. പിന്നെ അവന് ബീഡി കൊടുത്താലും അവൻ മരിക്കത്തില്ല, കള്ളൊഴിച്ചു കൊടുത്താലും കുടിക്കത്തില്ല, ആ രീതിയിൽ പോലും അവൻ തിരിഞ്ഞു നോക്കാൻ പോകത്തില്ല. ആ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ, ബന്ധനം മറക്കാൻ ദൈവം ഇതിന് അനുവാദം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പത്രോസിന്റെ വിഷയത്തിലേക്ക് വരാം. ഒരുത്തൻ നോക്കിയപ്പം അപ്പോസ്തലന്മാരെ കൈവെക്കുന്നു, അഭിഷേകം കിട്ടുന്നു. കൊള്ളാമല്ല പരിപാടി. ചക്കര ഉണ്ടാക്കാൻ പുള്ളി എന്നറിയാമോ? അവൻ്റെ ദുഷ്ട മനസ്സ് കൊണ്ടുവരിക. അവൻ അനുദപിച്ചോ? ഇല്ല. അവൻ ആരോട് അനുദപിക്കേണ്ടത്? ദൈവത്തോട്. എടാ, നീ ദൈവത്തോട് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് അനുവദിക്കാൻ പറഞ്ഞു. അത് ക്യാൻസൽ ചെയ്യാൻ 10 ദിവസം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകുമായിരുന്നു 10 ദിവസം അവൻ പറയാണ്, ദേവദാസ, ദുരാഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ പ്രോബ്ലമാണ്, അത് വിട്ടുമാറാൻ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നീ റിയലി മീൻ ഇറ്റ്? യെസ്, ഐ മീൻ ഇറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കാം. ദുരാഗ്രഹം എന്ന ഇവൻ്റെ സ്വഭാവ ദോഷത്തെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ഐ കമാൻഡ് ദാറ്റ് ക്യാരക്ടർ ഡിസോർഡർ ടു ബി ഗോൺ ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ പോവും. Okay. Is it clear enough, madam? Yeah, it is clear, sir. മനുഷ്യനോടും ദൈവത്തോടുമുള്ള പാപങ്ങളുടെ പ്രോബ്ലം ഇതൊക്കെ കച്ചവട താല്പര്യം. ക്രിസ്ത്യാനിറ്റി പിന്നെ വലിയൊരു ബിസിനസ്സായി മാറിയല്ലോ, മൾട്ടി മില്യൺ ബിസിനസ്സായി മാറിയല്ലോ.
അപ്പം ആര് പാപം ചെയ്താലും ഇവിടെ വരിക, പൈസ അടയ്ക്കുക, പാപം ചീട്ട മേടിക്കുക. അതെ അച്ഛൻ അവന്റെ പാപം എല്ലാം ക്യാൻസൽ ചെയ്തു. അതെ അതെ ആരുടെ പാവം നീ അതെ മോചിച്ചാലും മോചിച്ചു തന്നല്ലോ അല്ലേ? നീ എന്ത് കൊള്ളരാടി കാണിച്ചാലും പള്ളി കൊണ്ട് പൈസ അടിച്ചിട്ട് ചീട്ട് അച്ഛൻ്റെ കാണിച്ചാൽ മതി. അതെ അതെ തിരിച്ചിട്ട് അച്ഛൻ്റെ കാണിച്ച് അച്ഛൻ പാവം മോചിച്ച് ഒപ്പിട്ട് കൊടുത്തു. അതെ ഈ തിരുവെഴുത്തുകൾ എന്ത് പറയുന്നുള്ളത്, അത് തിരുവെഴുത്തിൽ നിന്ന് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ തിരുവെഴുത്തിൻ്റെ അർത്ഥതലത്തിൽ ഉള്ളതുപോലെ മനസ്സിലാക്കുക. പഠിക്കാൻ ശ്രമിക്കാതെ അവനവന് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ പറഞ്ഞതൊക്കെ. അതെ 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 പ്രോഡിഗൽ സണ്ണിന്റെ ഉപമയിലും സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതും അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു അല്ലേ? അപ്പം ക്ഷമിച്ചു, പിന്നെ സ്വർഗത്തിനോട് കുഴപ്പമുണ്ടായിരുന്നു? അങ്ങനെയല്ലല്ലോ, ഇവനെ വിടാൻ പറ്റത്തില്ല എന്ന് സ്വർഗം പറഞ്ഞു. കാര്യം ഇവൻ കള്ളുപിടിച്ചു, ഇവൻ വ്യഭിചരിച്ചു, ഇവൻ അഴിഞ്ഞാടി നടന്നു. ഇതെല്ലാം എന്നോട് ചെയ്ത പാവമാണ്, ഇവനെ അങ്ങനെ വിടാനൊക്കത്തില്ല എന്ന് സ്വർഗം പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. That is it. Okay, sir. Thank you very much. Okay. Fantastic. You want to ask me one more question? I have one. It's a lengthy question, I think. കേക്കട്ടെ. 1 കൊരിന്ത്യർ 11 29 വാക്യത്തിൽ കർത്തൃമേശയോട് ബന്ധപ്പെട്ട ഒരു വചനമാണ്. ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ശരീരത്തെ വിവേചിക്കുക എന്നതുകൊണ്ട് ആരുടെ ശരീരത്തെ വിവേചിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് അതിന്റെ 1ാം ഭാഗം. ഭയങ്കര ചോദ്യമാണ്. മുമ്പ് പറഞ്ഞു നമുക്കൊരു സെഷനുള്ള ചോദ്യമാണ്. യെസ് ഇതിന്റെ 2 ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. പ്രോബബ്ലി വി ക്യാൻ consider this in the next session. We would look into it in one of the coming sessions, not today. Yes. Yeah. Thank you very much, sir. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്ന് പ്രേക്ഷകരിൽ നിന്നുള്ള ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. സമയം ആകുമ്പോൾ അതിനുള്ള മറുപടി ബാബു ജോൺ സർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. May God bless you all. Thank you once again.